ഇപ്പോൾ MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോൾ വഖഫ് ബോർഡിൽ അമിതമായ അധികാരം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബില്ലുമായി മുന്നോട്ട് പോകുന്നതിന് കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അത്തരത്തിൽ അമിതമായ പരിധികളില്ലാത്ത അധികാരം വഖഫ് ബോർഡിനുണ്ടോ ശ്രീ ഗഫൂർ? ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മാത്രം പ്രത്യേകത ഉള്ള ഒരു സംഭവമാണ്. മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിലൊന്നും ഈ വഖഫ് ബോർഡില്ല. അതെല്ലാം അവിടുത്തെ ഔക്കാഫ്, അതായത് അവിടുത്തെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അല്ലെങ്കിൽ റിലീജിയസ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിൽ ഉള്ളതാണ്. അപ്പൊ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിഭജന കാലത്ത് ഒരുപാട് സ്വത്തുക്കൾ ഇവിടെ പാകിസ്ഥാൻ അതിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അന്നൊക്കെ ഇതൊക്കെ ഈ വഖഫ് ബോർഡിന്റെ കീഴിലാണ് വെച്ചിരുന്നത്. അപ്പൊ ഈ വഖഫ് ബോർഡിന്റെ മുകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പാർലമെന്റ് കൊണ്ടുവന്നാൽ ശരിയാവില്ല. അതിനെപ്പറ്റിയുള്ള വിപുലമായ ചർച്ചകൾ നടത്തേണ്ടിയിരിക്കുന്നു. അതിനൊരു നിയമവശമുണ്ട്, അതിനൊരു ന്യൂനപക്ഷങ്ങളുടെ ഒരു വാദത്തിന്റെ വശമുണ്ട്. മറ്റുള്ള മതങ്ങളിലും ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള സഭകളുടെ അധികാരങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പോ ചാടിക്കേറിയിട്ട് ഗവൺമെന്റ് ഇത്തരത്തിലുള്ളൊരു ബില്ല് കൊണ്ടുവരുന്നത് ശരിയല്ല. ആ ബില്ല് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ എതിർക്കാനായിട്ടുള്ള പാർട്ടികളും ഉണ്ടാവും. കാരണം ഇത് പഠിക്കാതെ പെട്ടെന്ന് ഒരു ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ ബൈ ഇലക്ഷൻ വരുന്ന സ്ഥിതിക്ക് അതിനു വേണ്ടിയിട്ട് ചാടിക്കയറി കൊണ്ടുവന്നതാണെന്ന് എനിക്ക് സംശയം. പക്ഷെ ഇത് കുറച്ചു കാലമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചില മുസ്ലിം സംഘടനകളും പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. അതായത് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് വാദിക്കുന്ന മുസ്ലിം സംഘടനകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ചാടിക്കയറിയിട്ട് കാര്യങ്ങൾ ചെയ്തല്ല. ശ്രീ ഫസൽ ഗഫൂർ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇന്നലെ അസാസുദ്ദീൻ ഒവൈസി ഇതിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത് ഇത് BJP ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് എന്നുള്ളൊരു വലിയൊരു വിമർശനമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. ബന്ധമൊന്നുമില്ല. പക്ഷെ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്. ഹിന്ദുത്വക്ക് എന്താ ബന്ധമുള്ള വഖഫ് ബോർഡായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ദേവസ്വം ബോർഡുകളുടെ അതുമാതിരിയുള്ള പല ബോർഡുകളുടെ എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ, പല സംസ്ഥാനങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. തന്നെ നമുക്കറിയാം ഇവിടെ ജേക്കോബൈറ്റ് ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വഖഫ് ബോർഡ് ഒരു കാര്യം എത്രേ ഉള്ളൂ, കുറെ വർഷങ്ങളോളായിട്ട് ഒരുപാട് സ്വത്തുക്കൾ ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകുന്നുണ്ട് വഖഫ് ബോർഡിൽ ഒരു തീരുമാനമാവാതെ. പ്രത്യേകിച്ച് ചില കുടുംബങ്ങളൊക്കെ അവരുടെ അതിലൊരു കുടുംബ വഖഫും കൂടി ഉണ്ട് ഇതിൽ. വെറും ഒരു മറ്റേതല്ല സാമുദായികമായിട്ട് നൽകുന്ന വഖഫ് മാത്രമല്ല. അപ്പൊ ഇത് വളരെ വിവിധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ MES ആവശ്യത്തെ പറ്റി പഠിക്കാനായിട്ട് കമ്മിറ്റിയെ തന്നെ എന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സെക്രട്ടറി ആയിട്ടുള്ള VP അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ. അത് പഠിക്കാതെ ഈ കാര്യത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ചാടിക്കേറിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത് നടപ്പാക്കാനൊന്നും പറ്റൂല. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ഒരു കാര്യത്തിൽ തർക്കമില്ല. ഇത് കോടതിയിൽ പോയി കിടക്കും, അവിടെ പോയി കിടക്കുക. അപ്പൊ വേറൊന്നുമില്ല. അപ്പൊ വീണ്ടും ഒരു വിവാദം എടുത്തിടുക, വീണ്ടും ഒരു കച്ചറുണ്ടാക്കുക, അത് തന്നെ അതിന്റെ ഉദ്ദേശം. ശ്രീ ഫസൽ ഗഫൂർ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ വഖഫ് ബോർഡിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തും എന്നുള്ളൊരു നിർദ്ദേശവും കൂടി മുന്നോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വിവാഹമോചിതരായി കഴിയുമ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് സ്വത്തില്ല, അവർക്ക് യാതൊരു അവകാശവും ഇല്ലാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡിൽ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കും എന്ന് ബില്ലിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അല്ല, സ്ത്രീകളുടെ സ്വത്തവകാശം ഇതായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം വഖഫും സ്വത്തവകാശം തമ്മിൽ ബന്ധമില്ലാത്തതാണ്. പിന്നെ സ്ത്രീകളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ കൊണ്ട് എന്താ കുഴപ്പമുള്ള? ഒരു കുഴപ്പമില്ല. സ്ത്രീകളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിക്കോട്ടെ. അന്ന് ഉൾപ്പെടുത്താതൊന്നും ഇരിക്കാൻ നിയമമൊന്നുമില്ല, ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. പല സംസ്ഥാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതായിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലിപ്പോൾ ഇല്ല എവിടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചോളം മുസ്ലിം സ്ത്രീകൾ ഗവർണർമാരാവുന്നു, മറ്റേ മുഖ്യമന്ത്രിമാർ വരെ ആയിട്ടുള്ള സ്ഥലത്ത് അതൊന്നും ഒരു പ്രശ്നമല്ല. അതല്ല ഇഷ്യൂ ആക്ച്വലി. നന്ദി ശ്രീ ഫസൽ ഗഫൂർ.